പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമുള്ളപ്പോഴും ജനമനസ് എങ്ങോട്ട് തിരിയും? മുന്നണികളുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം ജനങ്ങളിൽ ഈ അവസാന നിമിഷം എന്താണ് പറയുന്നതെന്ന് കണ്ടുവരാം. പാലക്കാട്ടെ വോട്ടുകളെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. മുന്നണികളെല്ലാം കൂട്ടിക്കിഴിക്കലുകളിലാണ്. ഈ പാലക്കാട് ആർക്കൊപ്പം നിൽക്കും? നമുക്ക് അവസാന വട്ടമായി ഒന്ന് ചോദിച്ചറിയാം. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ UDF വരാനാണ് ചാൻസ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഫിയുടെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് എല്ലാവരും കട്ടക്കട്ട ജയിക്കും, സംശയം വേണ്ട കാര്യത്തിൽ. അങ്ങനെയല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് ആർക്ക് വേണമെങ്കിൽ ഇത് മൂപ്പര് പറഞ്ഞ മാതിരിയല്ല. ഇത് മൂന്നാം കുറിച്ചാൽ ഇത് സരീനക്കാണോ അവർക്കാണോ UDF ആണോ എന്ന് പറയാൻ പറ്റില്ല. ആർക്കും പറയാൻ പറ്റില്ല. മൂന്നും നല്ല ഫൈറ്റാണ്. സരീനാണ് സാധ്യത കൂടുതൽ. ഒരഭിപ്രായവും ഇല്ല. മൂന്നാൾ ജയിച്ചു വരുന്നാലും താല്പര്യം തന്നെയാണ്. ഇലക്ഷനെ ആര് ജയിക്കുമെന്നാ കരുതുന്നത് പാലക്കാട്? നാളെ റിസൾട്ട് വന്നിട്ടറിയാം. അല്ല, എന്നാലും എന്തെങ്കിലും പ്രതീക്ഷ ഒരു പ്രതീക്ഷയില്ല. ചാൻസ് ഉണ്ടല്ലേ? എനിക്കറിയില്ല. അറിയില്ല, എന്നാലും അറിയാൻ പറ്റില്ല. മത്സരമായിരുന്നു. മൂന്നുപേരും ഈക്വലാണ്. നോക്കാം, നാളെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നതിന്റെ സൂചനകൾ ആളുകളുടെ വാക്കുകളിലും പ്രകടമാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടൻ ഫലം എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ആകാംക്ഷ വീണ്ടും വീണ്ടും കൂടുകയാണ്. എന്തായാലും പെട്ടി തുറന്ന് അതിനകത്ത് പാലക്കാട്ടുകാർ കാത്തുവച്ചിരിക്കുന്ന ജനവിധി അറിയാൻ ഇനി ബാക്കിയുള്ളത് 14 മണിക്കൂറുകൾ മാത്രമാണ്. ഈ 14 മണിക്കൂറുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, രാഷ്ട്രീയ കേരളം എങ്ങനെ ക്ഷമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.